നമസ്കാരം. പ്രധാന വാർത്തകൾ. കൊക്കോ വികസന പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം തൊടുപുഴ കാഡ്സിൽ മന്ത്രി PJ ജോസഫ് നിർവഹിച്ചു. മുട്ടം IHRD സ്കൂളിലും കരിമണ്ണൂർ വിനേഷ് പബ്ലിക് സ്കൂളിലും ഭക്ഷ്യസുരക്ഷാ പദ്ധതിക്ക് തുടക്കമായി. റബ്ബർ കർഷകർ വണ്ണപ്പുറം SBTക്ക് മുന്നിൽ ധർണ നടത്തി. അഗസ്റ്റിൻ വട്ടക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. സൂപ്പർ മാർക്കറ്റുകൾ ഗ്രാമതലങ്ങളിൽ കൊണ്ടുവരുമെന്ന് കൺസ്യൂമർ ഫെഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോയി തോമസ്. വാർത്തകൾ വിശദമായി. ഇടുക്കി ജില്ലയിൽ കൊക്കോ വികസന പദ്ധതിക്ക് തുടക്കമായി. ജില്ലാതല ഉദ്ഘാടനം തൊടുപുഴ കർഷക ഓപ്പൺ മാർക്കറ്റിൽ നടന്ന ചടങ്ങിൽ മന്ത്രി PJ ജോസഫ് നിർവഹിച്ചു. കാഡ്സിന്റെ ആഭിമുഖ്യത്തിൽ കാഷ്നറ്റ് ആൻഡ് ഡെവലപ്മെന്റ് ഡയറക്ടറേറ്റ് നടപ്പാക്കുന്ന കൊക്കോ വികസന പദ്ധതി ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം തൊടുപുഴയിൽ നടന്നു. തൊടുപുഴ കാഡ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ജലവിഭവ വകുപ്പ് മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് അധ്യക്ഷത വഹിച്ചു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇന്ദു സുധാകരൻ, മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് താജ്മോൾ, കാഡ്സ് പ്രസിഡന്റ് ആന്റണി കണ്ടിരിക്കൽ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KP വർഗീസ്, അരീഷ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇതോടൊപ്പം നബാർഡിന്റെ വില്ലേജ് നോളജ് സെന്റർ പ്രവർത്തനോദ്ഘാടനവും ഡയറി ഇൻപുട്ട് സെന്റർ ഉദ്ഘാടനവും നടന്നു. സ്വകാര്യ ബസ് വ്യവസായം തകർക്കുന്ന രീതിയിലുള്ള KSRTCയുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെ നടപടികളിൽ പ്രതിഷേധിച്ച് തൊടുപുഴയിൽ വിശദീകരണ യോഗം നടത്തി. വലിയ ബാർകോട്ടുകൾ നടത്തി സർക്കാർ ഖജനാവിലേക്ക് കിട്ടുന്നതായ കിസ്ത് എന്ന് പറയുന്ന വയസ്സംഖ്യ പോലും ഇവരടയ്ക്കാതെ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് KK തോമസ്, വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ TR സോമൻ, അഡ്വക്കേറ്റ് MS വിനയരാജ്, KP സഞ്ജു, AS ജയൻ, PV ജോർജ്, K ജയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. കെട്ടിട നിർമ്മാണ മേഖലയിലും ഇതര തൊഴിൽ മേഖലയിലും ജോലി ചെയ്യുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾക്കായി സംസ്ഥാന തൊഴിൽ വകുപ്പ് തൊടുപുഴയിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഇടുക്കി ജില്ലാ ലേബർ ഓഫീസിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. തൊടുപുഴ നഗരസഭ ചെയർമാൻ TJ ജോസഫ് മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ലേബർ ഓഫീസർ ബീനാമോൾ വർഗീസ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലർ R ഹരി, അസിസ്റ്റന്റ് ലേബർ ഓഫീസർമാരായ A ശ്രീലാൽ, PM ഫിറോസ്, KP ഉണ്ണികൃഷ്ണൻ നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഡോക്ടർ സിറിയക് ജോൺ, ഡോക്ടർ NR പത്മകുമാരി, ആരോഗ്യവകുപ്പ് ജീവനക്കാർ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. കരനെൽകൃഷിക്ക് വിദ്യാർത്ഥികൾ രംഗത്ത്. മുട്ടം IHRD സ്കൂളിലാണ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കരനെൽകൃഷിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. മുട്ടം IHRD സ്കൂളിൽ ഭക്ഷ്യസുരക്ഷാ പദ്ധതി പ്രകാരം വിദ്യാലയങ്ങളിൽ കരനെൽകൃഷി പദ്ധതിയുടെ ഭാഗമായി നടീലുത്സവം നടത്തി. നേച്ചർ ക്ലബിലെ കുട്ടികൾ നിലമൊരുക്കി വിത്ത് വിതച്ച് പരിപാലിക്കുന്ന പദ്ധതിയാണിത്. അന്യം നിന്ന് പോകുന്ന നെൽകൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും കുട്ടികളിൽ മണ്ണിനോടും പരിസ്ഥിതിയോടും അഭിരുചി വളർത്തുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. നടീലുത്സവം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അലക്സ് കോഴിമല ഉദ്ഘാടനം ചെയ്തു. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിലെ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രിയോടൊപ്പം എഞ്ചിനീയറിംഗ് കോളേജിന്റെ ക്യാമ്പസിലെത്തിയപ്പോൾ അവിടെ കുടുംബശ്രീയുടെ ആൾക്കാരാണ് അവിടെ കൃഷിക്കുണ്ടായത്. കരിമണ്ണൂർ വിനേഷ് പബ്ലിക് സ്കൂളിലെ കുട്ടികളും കൃഷിയിൽ തൽപരർ. ഇവിടെയും കരനെൽകൃഷിക്ക് തുടക്കമായി. സംസ്ഥാന ഗവൺമെന്റിന്റെ 100 ദിന പരിപാടികളുടെ ഭാഗമായി ഭക്ഷ്യസുരക്ഷാ പദ്ധതിയിൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് എല്ലാ ഭവനങ്ങളിലും കരനെൽകൃഷി വ്യാപിപ്പിക്കുകയാണ്. ചടങ്ങിൽ സ്കൂൾ മാനേജർ MB വിജയനാഥൻ, പ്രിൻസിപ്പൽ PJ ജെയിംസ്, PTA പ്രസിഡന്റ് രാജേഷ് തോമസ്, MBTA പ്രസിഡന്റ് ശൈലജ ഖനീഫ, PTA വൈസ് പ്രസിഡന്റ് TK നവാസ്, MBTA വൈസ് പ്രസിഡന്റ് ജാൻസി ഷാജി, കൃഷി അസിസ്റ്റന്റ് സോജൻ കുര്യാക്കോസ്, PTA അംഗം ലിയോ കുന്നപ്പള്ളി, സ്റ്റാഫ് സെക്രട്ടറി PK ചന്ദ്രിക തുടങ്ങിയവർ പ്രസംഗിച്ചു. മാതൃഭൂമി സീഡ് അധ്യാപക കോർഡിനേറ്റർമാർക്കുള്ള പരിശീലനം തൊടുപുഴയിൽ നടന്നു. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം വിദ്യാർത്ഥികളിലേക്കും സമൂഹത്തിലേക്കും എത്തിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. DMO ഡോക്ടർ NC ഇന്ദുചൂടൻ ഉദ്ഘാടനം നിർവഹിച്ചു. മാതൃഭൂമി സ്പെഷ്യൽ കറസ്പോണ്ടന്റ് KG മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. ബ്യൂറോ ചീഫ് SP സതീശൻ നായർ പദ്ധതി വിശദീകരിച്ചു. ഇടുക്കി ജില്ലാ സംയോജിത വികസന രൂപരേഖ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി ശില്പശാലകൾ സംഘടിപ്പിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അലക്സ് കോഴിമല പറഞ്ഞു. ഇടുക്കി ജില്ലാ ആസൂത്രണ സമിതിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഏപ്രിൽ മാസം 30-ാം തീയതി മുതൽ വിവിധ ഗ്രൂപ്പുകളുടെ ഈ ജില്ലയിലുള്ള പ്രവർത്തനങ്ങളുടെ അവലോകനവും പഠനവും നടന്നുകൊണ്ടിരിക്കുകയാണ്.
ശില്പശാലയുടെ ഉദ്ഘാടനം ഓഗസ്റ്റ് 5 രാവിലെ 10:30 കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ മന്ത്രി PJ ജോസഫ് നിർവഹിക്കും. ജില്ലയുടെ നിലവിലുള്ള വികസനം വിലയിരുത്തുന്ന വികസന രൂപരേഖയും തയ്യാറാക്കും. പത്രസമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അലക്സ് കോഴിമല, ജില്ലാ ടൗൺ പ്ലാനർ ശ്രീ MA തോമസ്, ജിമിച്ചൻ മാത്യു എന്നിവർ പങ്കെടുത്തു. തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ കുറവ് രോഗികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി പരാതി. ചില ഡോക്ടർമാർ മനഃപൂർവ്വം രോഗികളെ അവഗണിക്കുന്നതായും പരാതിയുണ്ട്. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർക്ക് ചീട്ടെടുത്താലും പലപ്പോഴും അവരെ കാണുവാൻ സാധിക്കുന്നില്ലെന്നാണ് രോഗികളുടെ പരാതി. റബ്ബർ കൃഷിയെ വ്യവസായമാക്കി മാറ്റുവാനുള്ള SBTയുടെ നീക്കത്തിനെതിരെ കർഷക രോഷം ഇരമ്പി. ഇൻഫാമിന്റെയും റബ്ബർ ഉൽപാദക സംഘത്തിന്റെ നേതൃത്വത്തിൽ വണ്ണപ്പുറം SBT ശാഖയ്ക്ക് മുന്നിൽ നടന്ന ധർണ റബ്ബർ ഉൽപാദക സംഘങ്ങളുടെ ദേശീയ ജനറൽ സെക്രട്ടറി അഗസ്റ്റിൻ വട്ടക്കുന്നൽ ഉദ്ഘാടനം ചെയ്തു. MD ജോണി, മൊയ്തീൻ ഹാജി, ജോസ് ഇടപ്പാട്ട്, MT ഫ്രാൻസിസ്, OM ജോർജ്, റോയി വണ്ടമറ്റം, തങ്കച്ചൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ട് ദുർബലമാണെന്ന കേരളത്തിന്റെ വാദം ഭൂചലനത്തിന് ശേഷം ബലപ്പെട്ടുവെന്ന് മന്ത്രി PJ ജോസഫ്. ആ ശുപാർശകൾ കേരളം ഇതിനു മുമ്പ് സമർപ്പിച്ച ശുപാർശകളുമായി മുന്നോട്ട് പോകും. ആ രംഗത്ത് യാതൊരു മാറ്റവും ഉണ്ടാകില്ല. വിശദാംശങ്ങളെപ്പറ്റി പിന്നീട് സംസാരിച്ചോളാം. ഭൂചലനത്തിന് ശേഷം തീർച്ചയായിട്ടും നമ്മുടെ കേസ് കുറെ കൂടെ ബലപ്പെട്ടിരിക്കുന്നു. വാഴയിലെ ഇരട്ടക്കൊലകൾ കൗതുകമായി. കരിമ്പഴൂർ കോട്ടക്കാവല കുന്നേൽ സെബാസ്റ്റ്യന്റെ വീട്ടുമുറ്റത്ത് വളർന്ന വാഴയിലെ ഇരട്ടക്കൊലകളാണ് നാട്ടുകാർക്ക് കൗതുകമായത്. കോട്ടക്കവലയിലെ ഓട്ടോ ഡ്രൈവർമാരായ സിജോ മുണ്ടങ്കാവിൽ, ജിജോ കൊടുവേൽ, മുജീബ് മാനുമറ്റത്തിൽ, രഞ്ജു ബാലൻ തുടങ്ങിയവർ കൗതുക കാഴ്ച യാത്രക്കാരെ കാണിച്ചു വരികയാണ്. തൊടുപുഴ താലൂക്ക് വനിതാ സഹകരണ സംഘത്തിന്റെ ഓണം റംസാൻ മാർക്കറ്റ് പ്രവർത്തനം തുടങ്ങി. കൺസ്യൂമർ ഫെഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോയി തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് PK അന്നക്കുട്ടി, സെക്രട്ടറി ലേഖ അനിൽ, വാർഡ് കൗൺസിലർ PG രാജശേഖരൻ, റൂറൽ സഹകരണ സംഘം പ്രസിഡന്റ് K സുരേഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ഉപഭോക്താക്കൾക്ക് സമ്മാന പെരുമഴ നൽകിക്കൊണ്ട് തൊടുപുഴയിലെ അറ്റ്ലസ് ഗ്രൂപ്പ് ശ്രദ്ധേയമാകുന്നു. ഓണം റംസാൻ പ്രമാണിച്ച് നാനോ കാറും സമ്മാനമായി നൽകും. തൊടുപുഴ അറ്റ്ലസ് ഗ്രൂപ്പ് ഒരുക്കിയ സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് R രമേശ് നിർവഹിച്ചു. ഹീറോ ഹോണ്ട ബൈക്ക്, വാഷിംഗ് മെഷീൻ, മൊബൈൽ ഫോണുകൾ, ഇൻഡക്ഷൻ കുക്കറുകൾ, വാച്ചുകൾ തുടങ്ങി വിവിധ സമ്മാനങ്ങൾക്ക് അർഹരായ വിജയികളെ തെരഞ്ഞെടുത്തു. കൊക്കോ വികസന പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം തൊടുപുഴ കാഴ്ചയിൽ മന്ത്രി PJ ജോസഫ് നിർവഹിച്ചു. മുട്ടം IHRD സ്കൂളിലും കരിമ്പഴൂർ വിനേഷ് പബ്ലിക് സ്കൂളിലും ഭക്ഷ്യ സുരക്ഷാ പദ്ധതിക്ക് തുടക്കമായി. റബ്ബർ കർഷകർ വണ്ണപ്പുറം SBTക്ക് മുന്നിൽ ധർണ നടത്തി. അഗസ്റ്റിൻ വട്ടക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. സൂപ്പർ മാർക്കറ്റുകൾ ഗ്രാമതലങ്ങളിൽ കൊണ്ടുവരുമെന്ന് കൺസ്യൂമർ ഫെഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോയി തോമസ്. കോട്ടയം, തൊടുപുഴ, തൃശൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.